ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33 അധ്യായം 3 എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായും ഉള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. യിരെമ്യാവ് കാവൽപ്പുരമുറ്റത്ത് അടയ്ക്കപ്പെട്ടിരിക്കുമ്പോൾ യഹോവയുടെ അരുളപ്പാട് 2 പ്രാവശ്യം അവനുണ്ടായത് എന്തെന്നാൽ, അതിനെ അനുഷ്ഠിക്കുന്ന യഹോവ, അതിനെ നിവർത്തിപ്പാൻ നിർണയിക്കുന്ന യഹോവ, യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു: എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. പ്രാർത്ഥനയ്ക്ക് ദൈവം ഉത്തരമരുളും. ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി തരും. പ്രാർത്ഥിക്കുന്ന ദൈവപൈതലിൻ്റെ പ്രാർത്ഥനാസ്വരത്തിൻ്റെ മുന്നിൽ നിത്യനായ ദൈവത്തിൻ്റെ കാരുണ്യം വാർന്നൊഴുകി ജീവനുള്ള ദൈവത്തിൻ്റെ വാത്സല്യം ആ ദൈവപൈതലിനെ തഴുകും, തലോടും. പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവം. ദാവീദിന് നല്ല ഉറപ്പായിരുന്നു പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്ന്. പാപത്തെയോർത്ത് അനുതപിച്ച് പ്രാർത്ഥിച്ചു. ദൈവം അനുതാപ പ്രാർത്ഥന കേട്ടു. ദാവീദിൻ്റെ പാപം ദൈവം ക്ഷമിച്ചു കൊടുത്തു. ഒരു മനുഷ്യന് ലഭിക്കേണ്ട ഏറ്റവും വലിയ ഭാഗ്യം പാപക്ഷമ ലഭിക്കുക എന്നതാണ്, പാപമോചനം ലഭിക്കുക എന്നതാണ്. പാപത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുക, പാപത്തിൻ്റെ ഭീകരമായ ദുസ്വാധീനത്തിൽ നിന്ന് മോചനം പ്രാപിക്കുക, അതാണ് നാം ഓരോരുത്തരും ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തെ ആകമാനം തകർത്ത് കളയുന്ന, നമ്മുടെ ജീവിതത്തിൻ്റെ സൗഭാഗ്യ സമ്പത്തിനെ കവർന്നു കളയുന്ന പൈശാചികൻ്റെ ഭീകരമായ താണ്ഡവമാണ് പാപം മൂലം നമ്മുടെ മേൽ ആവസിക്കുന്നത്. പാപത്തിൻ്റെ ഘോര നൃത്തം സാത്താൻ ചെയ്യുമ്പോൾ അതിനടിമപ്പെടാതെ നാം നമ്മെ തന്നെ ക്രിസ്തുവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് മോചനം പ്രാപിക്കുമെങ്കിൽ നാം ആയിരിക്കും ഈ ഭൂമിയിലെ ഭാഗ്യശാലികൾ. ദാവീദിന് പാപമോചനം ലഭിച്ചു. ദാവീദ് തൻ്റെ പാപത്തെ കണ്ടെത്തി, പാപത്തെയോർത്ത് ദുഃഖിച്ചു, പാപത്തെയോർത്ത് അനുതപിച്ചു, പാപക്ഷമയ്ക്ക് വേണ്ടി കരഞ്ഞു. പാപക്ഷമ ദൈവം നൽകി. ലംഘനങ്ങൾ ക്ഷമിച്ചു കൊടുത്തു, അകൃത്യങ്ങൾ മറച്ചു കൊടുത്തു, പാപങ്ങൾ പുറത്തു കൊടുത്തു. ജീവനുള്ള ദൈവം ദാവീദിനെ തൻ്റെ മഹത്തായ കാരുണ്യത്താൽ കഴുകി വെടിപ്പാക്കി. ദാവീദ് അപ്പോൾ പാടുന്ന ആ സങ്കീർത്തനം നാം ചിന്തിച്ചു വരികയായിരുന്നു: എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളേണമേ. എൻ്റെ നീതിയായ ദൈവം. ദാവീദ് അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ നീതികെട്ടവനായിരുന്നു, എന്നാൽ ദൈവമേ, നീ എന്നെ നീതിമാനാക്കി തീർത്തു. ഞാൻ നീതികെട്ടവനായിരുന്നു, ഞാൻ പാപത്തിൻ്റെ അടിമയായിരുന്നു, പാപം എൻ്റെ മേൽ ആധിപത്യം ഉറപ്പിച്ചിരുന്നു. എന്നാൽ നാഥ, നീ എന്നെ കുറ്റവാളിയെന്ന് മുദ്രവയ്ക്കാതെ, എന്നെ കുറ്റവാളിയെന്ന് തള്ളിക്കളയാതെ, എന്നെ കുറ്റമില്ലാത്തവനെന്ന പോലെ കൈക്കൊള്ളുകയും സ്വീകരിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. എൻ്റെ നീതിയായ ദൈവമേ എന്നാണ് ദാവീദ് വിളിക്കുന്നത്. ദാവീദിന് ലഭിച്ച നീതി, റൈച്ചിയസ്നെസ്, ദാവീദിന് ലഭിച്ച നീതീകരണം, ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്. കഴിഞ്ഞ പ്രാവശ്യം നാം അത് ചിന്തിച്ചതാണ്. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. അൺജസ്റ്റായവനെ ജസ്റ്റ് എന്ന് മുദ്രകുത്തുന്ന ദൈവത്തിൻ്റെ നീതീകരണം. പാപിയായവനെ നീതിമാനെന്ന് കാരുണ്യവായ്പോടെ മുദ്രകുത്തുന്ന ദൈവത്തിൻ്റെ അനന്തസ്നേഹം. നീതികെട്ടവനെ നീതിമാനെന്ന് പരിഗണിക്കുന്ന ദൈവസ്നേഹം. ലിവിങ് ബൈബിളിൽ നാം ആ വാക്യം വായിക്കുന്നത് എന്താണ്? നാം ആ വാക്യം വായിക്കുന്നു: യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ് ഇൻ യുവർ ഐസ്. കർത്താവേ, നിൻ്റെ കൺമുമ്പിൽ എന്നെ നീ തികഞ്ഞവനായി എന്നെ കാണുകയും പ്രഖ്യാപിക്കുകയും ചെയ്തല്ലോ. എൻ്റെ നീതിയായ ദൈവമേ എന്ന് ദാവീദ് പ്രാർത്ഥിക്കുന്ന ആ മലയാള വേദപുസ്തകത്തിലെ പ്രാർത്ഥന ഇംഗ്ലീഷിൽ ലിവിങ് ബൈബിളിൽ പറയുന്നത്: എൻ്റെ ദൈവമേ, പാപിയായ എന്നെ അവിടുന്ന് എന്നെ കുറ്റമില്ലാത്തവനെന്ന് പ്രഖ്യാപിച്ചല്ലോ. മാത്രമല്ല, എന്നെ തികഞ്ഞവനെന്ന്, എന്നെ പൂർണ്ണതയുള്ളവനെന്ന്, എന്നെ നിറഞ്ഞവനെന്ന് നീ പ്രഖ്യാപിച്ചല്ലോ. യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ്
ഇൻ യുവർ ഐസ്. എന്നെ പെർഫെക്റ്റായി നിൻ്റെ കൺമുമ്പാകെ കാണുകയും നീ അങ്ങനെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തല്ലോ. എന്നെ പെർഫെക്റ്റ് ആക്കിയല്ലോ. മുഴുവൻ തകർന്നു പോയ എന്നെ, മുഴുവൻ നശിച്ചു പോയ എന്നെ, മുഴുവൻ ജീവിതമാകെ മുടിഞ്ഞുപോയ എന്നെ, പാപത്തിൻ്റെ ഭീകരമായ വേലിയേറ്റത്തിൽ തകർന്നുടഞ്ഞു പോയ എന്നെ, നാഥ നീ എന്നെ ഡിക്ലെയർ ചെയ്തല്ലോ പെർഫെക്റ്റ് എന്ന്, തികഞ്ഞവനെന്ന്, പൂർണ്ണതയുള്ളവനെന്ന്, നല്ലവനെന്ന്, നീതിമാനെന്ന് നീ എന്നെ സർട്ടിഫൈ ചെയ്തല്ലോ. യു ഹാവ് ഡിക്ലെയർഡ് മീ പെർഫെക്റ്റ് ഇൻ യുവർ ഐസ്. കർത്താവേ, എന്നെ അവിടുന്ന് പരിശുദ്ധനെ പോലെ പരിഗണിച്ചല്ലോ. എന്നെ അവിടുന്ന് നീതിമാനെന്ന പോലെ കണക്കാക്കിയല്ലോ. എൻ്റെ നീതിയായ ദൈവമേ, റൈച്യസ്നെസ്. പ്രിയപ്പെട്ടവരെ, അബ്ശാലോം കുമാരൻ്റെ ആക്രമണത്തെ ഭയന്ന് വനത്തിലൂടെ ഓടിയോടി രക്ഷ തേടി പലായനം ചെയ്യുമ്പോൾ, അപ്പോൾ ദാവീദ് ഗുഹയിൽ കടന്നുറങ്ങാൻ നേരത്ത് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഈ 4-ാം സങ്കീർത്തനം. സ്വന്തം മകൻ അപ്പനെ വേട്ടയാടുകയാണ്. അബ്ശാലോം കുമാരൻ അപ്പനായ ദാവീദിനെ കൊല്ലാൻ സൈന്യ സന്നാഹത്തോടെ അനുധാവനം ചെയ്തു വരികയാണ്, പിന്തുടർന്ന് വരികയാണ്. ഈ ദാവീദിനെ കൊല്ലാൻ, രാജസ്ഥാനം കൈക്കലാക്കാൻ, രാജകിരീടം ചൂടാൻ, അപ്പൻ്റെ കയ്യിലിരിക്കുന്ന പൊൻചെങ്കോൽ സ്വന്തം കയ്യിലേന്താൻ, അപ്പനിരിക്കുന്ന സിംഹാസനത്തിൽ കയറി ഇരിക്കാൻ കൊതി പൂണ്ട് അബ്ശാലോം കുമാരൻ അധികാര കൊതിയോടെ, സ്ഥാനമോഹത്തോടെ അപ്പനെ തകിടം മറിക്കാൻ, കൊന്നു തീർക്കാൻ ഓടി വരികയാണ്. ഭയചകിതനായി പ്രാണരക്ഷാർത്ഥം ദാവീദ് വനത്തിലൂടെ ഓടുകയാണ്. ഗുഹയിൽ കടന്ന് അന്ന് രാത്രി വിശ്രമിക്കാൻ നേരത്ത് ദാവീദ് ഈ സങ്കീർത്തനം പാടി. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. നാളെ നേരം പുലരുമ്പോൾ ഞാൻ ഈ ഭൂമിയിലുണ്ടോ എന്ന് ഞാൻ അറിയുന്നില്ല. നാളെ നേരം പുലരുന്നതിന് മുൻപ് അബ്ശാലോമിൻ്റെ സൈന്യമോ അബ്ശാലോമിൻ്റെ ഭടന്മാരോ എന്നെ കൊന്നൊടുക്കുമോ എന്നെനിക്കറിവില്ല. കർത്താവേ, എന്നാൽ എനിക്കൊരു കാര്യത്തിൽ സംതൃപ്തിയുണ്ട്. നീതികെട്ടവനായ എന്നെ നീ നീതിമാനെന്ന് മുദ്രകുത്തിയല്ലോ. എൻ്റെ അസംഖ്യമായ പാപങ്ങൾ നാഥ നീ എനിക്ക് ക്ഷമിച്ചു തന്നല്ലോ. എൻ്റെ ജീവിതത്തിൽ എണ്ണിയാൽ തീരാത്ത പാപങ്ങൾ, ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ആരും കരുതാത്ത പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ വന്നുപോയല്ലോ. കർത്താവേ, ഞാൻ നിൻ്റെ സന്നിധിയിൽ വന്ന് അപേക്ഷിച്ചു. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ നിന്നോട് യാചിച്ചപ്പോൾ നീ എനിക്ക് ഉത്തരമരളി. എൻ്റെ പ്രാർത്ഥന നീ കേട്ടു, എൻ്റെ കണ്ണുനീർ നീ കണ്ടു, എൻ്റെ അനുതാപം നീ സ്വീകരിച്ചു, എൻ്റെ പശ്ചാത്താപത്തിൽ നീ പ്രസാദിച്ചു, എൻ്റെ പുതിയ പ്രതിഷ്ഠയിലും സമർപ്പണത്തിലും നീ പ്രസാദിച്ചു, നീ എന്നെ അനുഗ്രഹിച്ചു. എൻ്റെ പാപമയമായ ജീവിതം സംശുദ്ധമാക്കി തന്നു. എൻ്റെ പാപക്കറകൾ നീ കഴുകിത്തന്നു. പാപത്തിൻ്റെ ചേറ്റുകുഴിയിൽ നീ എന്നെ ഉയർത്തിയെടുത്തു. എനിക്ക് നീ ഉദ്ധാരണം തന്നു. ഉടയവനെ, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ നീ ഉത്തരമരുളണമേ. 1 റൈച്യസ്നെസ്, നീതി, നീതീകരണം. ജസ്റ്റിഫിക്കേഷൻ ബൈ ഫെയ്ത്ത്, വിശ്വാസത്താലുള്ള നീതീകരണം. 2 പ്രയർഫുൾനെസ്. ഈ സങ്കീർത്തനത്തിൽ വെറും 8 വാക്യം മാത്രമുള്ള ഈ സങ്കീർത്തനത്തിൽ 3 പ്രകടമായി പ്രാർത്ഥനയുടെ ശബ്ദം ഉരുവിടുന്നുണ്ട് ദൈവപുരുഷൻ. 3 1, എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. 2, എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. 3, ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. എന്തൊരു ഉറപ്പാണ് ദൈവ പൈതലിന്! ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കും. ഞാൻ പ്രാർത്ഥിച്ചു, ദൈവമേ നീ എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന നീ കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. മരണഭീതിയോടെ ഞാൻ ഓടുകയാണ്. മരണം എന്നെ പിന്തുടർന്ന് പിടിക്കാൻ എൻ്റെ പിന്നാലെ പാഞ്ഞു വരികയാണ്. കർത്താവേ, നിൻ്റെ കരുണ ഞാൻ തേടുകയാണ്. നിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ കെഞ്ചുകയാണ്. എന്നെ നീ ഒന്ന് സംരക്ഷിക്കണമേ. എൻ്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നീ എന്നെ ഒന്ന് വിടുവിക്കണമേ. പ്രയർഫുൾനെസ്, പ്രാർത്ഥനാ ജീവിതം. സഹോദരങ്ങളെ, ഒരു വിശ്വാസിയുടെ നിലനിൽപ്പ് പ്രാർത്ഥനാ ജീവിതത്തിൽ അധിഷ്ഠിതമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ആത്മീയരായി നിങ്ങൾക്ക് മുന്നോട്ട് പോകണമോ, ദൈവത്തെ പ്രസാദിപ്പിക്കണമോ, നിങ്ങൾക്ക് വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം വേണം. കുടുംബ പ്രാർത്ഥന വേണം, തീർച്ചയായും വേണം. നിങ്ങളുടെ കുടുംബത്തിൽ ഭാര്യയും ഭർത്താവും അപ്പനും അമ്മയും മക്കളും സഹോദരങ്ങളും എല്ലാവരും ചേർന്നുള്ള കുടുംബ പ്രാർത്ഥന നിങ്ങൾക്ക് വേണം. അത്
നിങ്ങൾ ആദ്യം പാട്ട് പാടണം, 1, 2, 3 ഗീതങ്ങൾ പാടണം. നിങ്ങൾ ബൈബിൾ വേദപുസ്തകം വായിക്കണം, പുതിയ നിയമഭാഗങ്ങൾ വായിക്കണം. പോരാ, നിങ്ങൾ സങ്കീർത്തനങ്ങൾ വായിക്കണം. അത് പ്രതിവാക്യമായി ചൊല്ലിയാൽ തെറ്റില്ല, അല്ല എല്ലാവരും ചേർന്ന് വായിച്ചാൽ തെറ്റില്ല. ഒരാൾ വായിക്കുമ്പോൾ മറ്റുള്ളവർ ധ്യാനിച്ചാൽ തെറ്റില്ല. നിങ്ങൾ വേദപുസ്തകം വായിക്കണം. അതുപോരാ, നിങ്ങൾ കുടുംബ പ്രാർത്ഥന, നിങ്ങളുടെ കുടുംബ നമസ്കാരം അത് നിങ്ങളുടെ വീട്ടിൽ അത്യന്താപേക്ഷിതമായി ഉണ്ടായിരിക്കണം. രാവിലെയും വൈകുന്നേരവും പ്രാർത്ഥന വേണം നിങ്ങളുടെ കുടുംബങ്ങളിൽ. സഹോദരങ്ങളെ, പ്രാർത്ഥനാ ജീവിതം ഐശ്വര്യത്തിന് നിദാനമാണ്. പ്രാർത്ഥനാ ജീവിതം ഐശ്വര്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പ്രാർത്ഥനാ ജീവിതം നമുക്ക് വേണം. അത് കേവലം ചടങ്ങായിട്ടല്ല, നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ദൈനംദിനം പ്രാർത്ഥന നിങ്ങൾക്കുണ്ടായിരിക്കണം. അതുമാത്രം പോരാ എന്ന് ഞാൻ പറയും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് സ്വന്തമായ പേഴ്സണൽ പ്രൈവറ്റ് പ്രെയർ ലൈഫ് വേണം. വ്യക്തിപരമായ സ്വന്തമായ പ്രാർത്ഥനാ ജീവിതം വേണം. തന്നെത്താൻ ദൈവസന്നിധിയിൽ മുട്ടുമടക്കി അവനവനെ തന്നെ കണ്ട്, നിങ്ങളുടെ പാപങ്ങൾ ഓരോന്നോരോന്നായി കണ്ട്, ഓരോ പാപങ്ങളും ദൈവത്തോട് നിങ്ങൾ ഏറ്റുപറയണം. അത് തന്നെത്താൻ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതാണ്. അത് മറ്റുള്ളവർ ഒരുമിച്ചിരുന്നുള്ള പ്രാർത്ഥനയല്ല. ഒറ്റയ്ക്ക് നിങ്ങളതിന് സമയം കണ്ടെത്തണം. പ്രാർത്ഥനാ ജീവിതം വ്യക്തിപരമായ പ്രാർത്ഥന കേവലം ചടങ്ങായിട്ടല്ല, അതൊരാചാരമായിട്ടല്ല, അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വന്തമായിട്ട് വേണം. എത്ര സമയം നിങ്ങൾക്ക് സാധിക്കും അത്രത്തോളം സമയം നിങ്ങൾ പ്രാർത്ഥിക്കണം. പറ്റുന്നിടത്തോളം സമയം നിങ്ങൾ വേർതിരിച്ച് ഏകാഗ്രതയോടെ യേശുനാഥൻ്റെ പാദപീഠത്തിൽ ഇരിക്കുന്നത് ധ്യാനിച്ചുകൊണ്ട് യേശുവിനോട് നിങ്ങൾ എണ്ണി പെറുക്കി പറഞ്ഞ് നിങ്ങളുടെ ഉള്ളു പകരണം. ഹൃദയം പകരുക, ഉള്ളു പകരുക. പോറിങ് ഔട്ട് യുവർ ഹാർട്ട് ടു ഗോഡ്. ദൈവത്തിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയം അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഹൃദയം അങ്ങ് തുറന്നു കൊടുക്കുക. നിങ്ങൾ ഏറ്റുപറയാനുള്ളതെല്ലാം ഏറ്റുപറയണം. പോരാ, നിങ്ങളുടെ ആവശ്യങ്ങളെല്ലാം നിങ്ങൾ ദൈവത്തോട് പറയണം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം ദൈവത്തോട് പറയണം. നിങ്ങളുടെ അതാത് ദിവസത്തെ കാര്യങ്ങൾ ദൈവത്തോട് പറയണം. ഓരോരോ ആവശ്യങ്ങളും ഭാരങ്ങളും ആകുലങ്ങളും സങ്കടങ്ങളും വീർപ്പുമുട്ടലുകളും എല്ലാം ദൈവത്തോട് തുറന്ന് പറയണം. അത് കഴിഞ്ഞ് ദൈവം നിങ്ങളെ നടത്തിയ വിധങ്ങളോർത്ത് ദൈവത്തെ നിങ്ങൾ സ്തുതിക്കണം. തനിയേ ഇരുന്ന് ദൈവത്തെ വാഴ്ത്തിപ്പാടണം. പ്രയർ ആൻഡ് പ്രൈസ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡെയിലി പ്രാക്ടീസായി മാറണം. പ്രയർ ആൻഡ് പ്രൈസ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാർത്ഥന വേണം, പ്രൈസ് വേണം. നിങ്ങളുടെ ജീവിതത്തിൽ സപ്ലിക്കേഷൻ വേണം, പ്രയർ വേണം, പ്രാർത്ഥന വേണം. പോരാ, നിങ്ങളുടെ ജീവിതത്തിൽ വർഷിപ്പ് ആൻഡ് പ്രൈസ്, നിങ്ങളുടെ ജീവിതത്തിൽ ആരാധനയും സ്തുതിയും സ്തോത്രവും കൂടിയേ കഴിയൂ. എന്താണ് പ്രാർത്ഥന? അഡ്മിറ്റിംഗ് മൈ നത്തിങ്നെസ്, അതാണ് പ്രാർത്ഥന. എൻ്റെ ഒന്നുമില്ലായ്മ ഞാനങ്ങ് സമ്മതിച്ചു കൊടുക്കുന്നു. അഡ്മിറ്റൻസ് ഓഫ് മൈ നത്തിങ്നെസ്, എൻ്റെ ഒന്നുമില്ലായ്മ സമ്മതിക്കുന്നു. നാഥ, ഞാൻ നിസ്സാരൻ, ഞാൻ ഒന്നുമില്ലാത്തവൻ. കർത്താവേ, ഞാൻ ഏതുമില്ലാത്തവൾ, ഞാനൊരു അല്പപ്രാണി, എന്നെക്കൊണ്ട് എന്ത് സാധിക്കും? ഞാനോ നിസ്സാര മനുഷ്യൻ. കർത്താവേ, എൻ്റെ നിസ്സാരത, എൻ്റെ അല്പത്വം, എൻ്റെ ഒന്നുമില്ലായ്മ ഞാനിതാ തിരുമുൻപിൽ തുറന്നു സമ്മതിക്കുന്നു. ഐ എം അഡ്മിറ്റിംഗ് മൈ നത്തിങ്നെസ്. നാഥ, നിൻ്റെ തിരുസന്നിധിയിൽ ഞാൻ എൻ്റെ നത്തിങ്നെസ് അഡ്മിറ്റ് ചെയ്യുന്നു. എൻ്റെ ഒന്നുമില്ലായ്മ ഞാൻ അംഗീകരിച്ച് സമ്മതിച്ച് ഏറ്റുപറയുന്നു. എന്നാൽ എന്താണ് പ്രൈസ്, എന്താണ് സ്തുതി? അഡോറിങ് ദ ഡിവൈൻ കെയർ ആൻഡ് അഫെക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വർഗീയമായ കരുതലും വാത്സല്യവും ആരാധിക്കുന്നു, അതിനെ അംഗീകരിച്ച് ആരാധിക്കുന്നു. അഡോറിങ് ദി ഡിവൈൻ കെയർ ആൻഡ് അഫെക്ഷൻ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ദിവ്യമായ പരിപാലനവും ദൈവത്തിൻ്റെ ദിവ്യമായ കരുതലും ദൈവത്തിൻ്റെ അഗാധ വാത്സല്യവും ഞാൻ സ്തുതിക്കുന്നു. നന്ദി നിറഞ്ഞ സ്തുതി. ഗ്രാറ്റിറ്റ്യൂഡ്, ലവിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേഡ്സ് ദ ഡിവൈൻ കെയർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ സ്വർഗീയമായ കരുതലിന് വേണ്ടി നന്ദി നിറഞ്ഞ സ്നേഹം ഞാൻ അർപ്പണം ചെയ്യുന്നു. അതാണ് പ്രൈസ്, അതാണ് സ്തുതി. സ്തുതി എന്ന് ഉരുവിടുന്നതല്ല, പ്രൈസ് ദ ലോർഡ് എന്ന് പറയുന്നതല്ല, ഹല്ലേലൂയ സ്തോത്രമെന്ന് ചൊല്ലുന്നതല്ല. പ്രിയപ്പെട്ടവരെ, ഏതെല്ലാം വാക്കുകളാണ് വരുന്നത് എന്നുള്ളതിന് വലിയ പ്രസക്തിയില്ല. എന്നാൽ ഹൃദയത്തിൽ നന്ദി ഉറഞ്ഞുകൂടുന്നു. ദൈവം ചെയ്ത വൻകാര്യങ്ങളോർത്ത് ദൈവത്തോട് നന്ദിയുള്ളവരായിത്തീരുന്നു. ദൈവത്തെ വാഴ്ത്തി പുകഴ്ത്തി വന്ദിച്ച് വണങ്ങുന്നു. ദൈവത്തെ സ്തുതിച്ച് സ്തോത്രം ചെയ്ത് മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ കീർത്തനങ്ങൾ പാടി കീർത്തനങ്ങൾ ആലാപനം ചെയ്ത് ദൈവത്തെ ആരവാരത്തോടെ ആഘോഷത്തോടെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. സഹോദരങ്ങളെ, അനുദിന ജീവിതത്തിൽ നമുക്കിത് വേണം.
പ്രയർ ആൻഡ് പ്രൈസ്. എൻ്റെ ദൈവമായ യഹോവേ, നിന്നെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നതാണ് ദാവീദ് ഒരിക്കൽ പറഞ്ഞത്. എൻ്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. നാഥ, ഞാൻ ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഞാൻ നിന്നെ വിളിച്ചപേക്ഷിക്കുന്നു. എന്നോട് കൃപ തോന്നി എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ എന്നാണ് ദാവീദ് പ്രാർത്ഥിക്കുന്നത്. ദാവീദ് പ്രാർത്ഥിക്കുന്നത് ഞാൻ യഹോവയെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ കേൾക്കുമെന്നാണ്. നാം ഇപ്പോൾ ആദ്യം വായിച്ചത് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാം അധ്യായം 3-ാം വാക്യമാണ്. യഹോവ എന്ന് നാമമുള്ളവൻ തന്നെ ഇപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ദൈവം നമ്മെ അറിയിക്കും. അതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക, ദൈവം എനിക്ക് ഉത്തരമരുളും. മാത്രമല്ല, മഹത്തായും അഗോചരമായും എനിക്ക് എത്തിപ്പിടിക്കാൻ പറ്റാത്തത്, എനിക്ക് മുഴുവനായി ഗ്രഹിക്കാൻ കഴിയാത്തത്, എനിക്ക് അഗോചരമായത്, എനിക്ക് അടുക്കാൻ വയ്യാത്തത്, എനിക്ക് അപ്രാപ്യമായത്, എനിക്ക് അറിഞ്ഞുകൂടാത്തത്, അഗോചരമായ കാര്യങ്ങൾ, മഹത്തായ കാര്യങ്ങൾ ദൈവം എന്നെ അറിയിക്കും. ദൈവം കൽപ്പിക്കുകയാണ്, നിത്യനായ ദൈവം അരുളി ചെയ്യുകയാണ്. നിത്യനായ ദൈവപ്രകാരം അരുളി ചെയ്യുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുമുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. വളരെ രസകരമായ മനോഹരമായ ഒരു സംഭവം ഞാൻ വായിച്ചു. അതങ്ങനെ തന്നെ നടന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു കൊച്ചു പെൺകുട്ടി, അവൾ സ്കൂളിൽ പഠിക്കുകയാണ്. പരീക്ഷ അടുത്ത് വരുന്നു. അവൾ ഫോൺ എടുത്തു ഇങ്ങനെ പിടിച്ചുകൊണ്ട് ഫോണിൽ കൂടി അവൾ പ്രാർത്ഥിക്കുകയാണ്. ഫോണിൽ കൂടി അപ്പൻ അവളെ വിളിച്ചു, നീ എന്തായി കാണിക്കുന്നത്? പ്രാർത്ഥിക്കുന്നതിനാ ഫോണിൽ കൂടി പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ ദൈവത്തോട് സംസാരിക്കുകയാണ്. ഫോണിൽ കൂടി പറഞ്ഞാൽ ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുമെന്ന് തന്നെ ഉറപ്പ്. ഫോണിൽ കൂടി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിക്കാറുണ്ട്. ഞാൻ ചിലപ്പോൾ എൻ്റെ ടീച്ചറിനോട് സംസാരിക്കാറുണ്ട്. ചിലപ്പോൾ ഞാൻ പപ്പായോട് സംസാരിക്കാറുണ്ടല്ലോ. ചിലപ്പോൾ ദൂരെയുള്ള എൻ്റെ ബ്രദറിനോട് ഞാൻ സംസാരിക്കാറുണ്ടല്ലോ. ഞാനിപ്പോൾ ഫോണിൽ കൂടി ദൈവത്തോട് സംസാരിക്കുകയാണ്. അതെന്താ? അത് നീ പ്രാർത്ഥിക്കുകയല്ലേ? അതേ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്താ അതിനെ നീ അങ്ങനെ ചെയ്യാൻ കാരണം? പപ്പ വായിച്ചിട്ടില്ലേ യിരെമ്യാ 33:3? യിരെമ്യാ 33:3 അവിടെ പറഞ്ഞിരിക്കുന്നു, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്ത മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ ഞാൻ നിന്നെ അറിയിക്കും. എനിക്ക് ഇന്നത്തെ പരീക്ഷയിൽ വരുന്ന ചോദ്യങ്ങൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അഗോചരമാണ്, എനിക്കറിയാൻ വയ്യ. അതിൻ്റെ ആൻസർ എഴുതാൻ പലതിലും എനിക്ക് ഉത്തരം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മുഴുവൻ അങ്ങ് പഠിച്ചിട്ടില്ല. ഞാൻ ദൈവത്തോട് പറയുകയാണ്, മഹത്തായും അഗോചരമായുള്ള കാര്യങ്ങളെ അറിയിക്കാമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞുകൂടാത്തത് അറിയിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വചനം വിശ്വസിച്ചുകൊണ്ട് ഞാനിപ്പോൾ ഫോണിൽ കൂടി സംസാരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അല്പം കൗതുകരമായി തോന്നും, തെല്ല അവിശ്വസനീയമായും തോന്നാം. പക്ഷേ ഒരു കാര്യമുണ്ട്, അതിൻ്റെ പിന്നിൽ നല്ലൊരു യാഥാർത്ഥ്യമുണ്ട്. എന്താണത്? ദൈവത്തോട് നേരിട്ട് സംസാരിക്കുക. സഹോദരങ്ങളെ, ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ അല്പം കൊതി കൊണ്ട് ചിന്തിക്കണം, കർത്താവേ, എനിക്ക് ദൈവത്തോട് നേരിട്ട് സംസാരിക്കാനുള്ള ഒരു പേഴ്സണൽ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് തരാമോ? എനിക്ക് വ്യക്തിപരമായ ഒരടുപ്പമുള്ള ബന്ധം തരാമോ? ദൈവത്തോട് നേരിട്ടൊന്ന് സംസാരിക്കാൻ, ദൈവത്തോട് നേരിട്ട് എൻ്റെ ആവശ്യങ്ങൾ പറയാൻ, ദൈവസന്നിധിയിൽ മുട്ടുമടക്കി എണ്ണി എൻ്റെ കാര്യങ്ങൾ പറയാൻ എനിക്ക് നാഥ നിൻ്റെ കൃപയൊന്ന് തരാമോ? സഹോദരങ്ങളെ, നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങളുടെ ഓരോരോ കാര്യങ്ങൾ ദൈവത്തോട് അറിയിക്കേണ്ടതാണ്. ഞാൻ ബാല്യപ്രായത്തിൽ തന്നെ കാണാതെ പഠിച്ച ഒരു വേദവാക്യമുണ്ട്. ഒരു പക്ഷേ ആ വേദവാക്യമായിരിക്കണം ഞാൻ ബൈബിളിൽ നിന്ന് ആദ്യമായിട്ട് കാണാതെ പഠിച്ചത്. അത് സങ്കീർത്തനം 50:15. നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരമരുളുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കോൾ അപ്പോൺ മീ ഇൻ ദ ഡേ ഓഫ് യുവർ ട്രബിൾ, ഐ വിൽ ഡെലിവർ ദീ ആൻഡ് ദൗ ഷാൽറ്റ് ഗ്ലോറിഫൈ മൈ നെയിം. നിൻ്റെ കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. കഷ്ടകാലത്ത് വിളിച്ചപേക്ഷിക്കാം, പ്രാർത്ഥിക്കാം, ദൈവം ഉത്തരമരുളും. മകനെ, അപ്പോൾ നിനക്ക് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. സദൃശവാക്യങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 34-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ആ വാക്യം കാണാതെ പഠിക്കേണ്ടതാണ്. ആ വാക്യം ശ്രദ്ധേയമായൊരു വാക്യമാണ്. ദിവസം പ്രതി എൻ്റെ പടിവാതിൽക്കൽ ജാഗരിച്ചും
എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്ക് കേട്ട് അനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ദിവസം പ്രതി നിത്യനായ ദൈവത്തിൻ്റെ പടിവാതിക്കൽ ജാഗരിച്ച് കിടക്കണം. ദൈവസന്നിധിയിൽ കാത്തുകാത്ത് കിടക്കണം. ദൈവത്തിൻ്റെ തിരിഹിതമറിയാൻ കാത്തുകാത്ത് കിടക്കണം. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും. അകത്തെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലാൻ എനിക്ക് കഴിവില്ല, എനിക്ക് യോഗ്യതയില്ല. അതുകൊണ്ട് ദൈവസിംഹാസനത്തിൻ്റെ ആ തിരുമുറിയുടെ പുറത്തുള്ള വാതിലിൻ്റെ കട്ടളയ്ക്കൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ദിവസം പ്രതി എൻ്റെ പടിവാതിക്കൽ ജാഗരിച്ചും എൻ്റെ വാതിൽ കട്ടളയ്ക്കൽ കാത്തുകൊണ്ടും എൻ്റെ വാക്കുകേട്ടനുസരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. സ്നേഹിതരെ, നിങ്ങൾ പ്രാർത്ഥിപ്പാൻ തീരുമാനമെടുക്കുവീൻ. നിങ്ങളുടെ ഹൃദയം പകരുവാൻ തീരുമാനമെടുക്കുവീൻ. ദൈവത്തോട് ഉള്ളു തുറന്ന് പറയുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുവീൻ. നേരിട്ടുള്ള ഒരു ബന്ധത്തിന് നിങ്ങൾ ആഗ്രഹിപ്പീൻ. ദൈവത്തോടുള്ള ബന്ധം. നിസ്സാരനായ മനുഷ്യൻ, ഭൂമിയിലെ നിസ്സാരനായ മനുഷ്യൻ നിത്യനായ ദൈവത്തോട് ബന്ധം പുലർത്തുക, അത് ഭാഗ്യമുള്ളൊരു കാര്യമാണ്. അത് അസുലഭ ഭാഗ്യലബ്ധിയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊതി പൂണ്ട് ആഗ്രഹിക്കണം. കർത്താവേ, ഈ ഭൂമിയിലെ വെറും ക്ഷുദ്രകീടമായ ഞാൻ, വെറും മനുഷ്യപ്പുഴുവായ ഞാൻ, ഉടയവനെ, നിന്നോട് നേരിട്ട് ബന്ധം പുലർത്താൻ ആഗ്രഹിക്കുന്നു. നിന്നോടുള്ള ബന്ധത്തിൽ വളരാൻ ആഗ്രഹിക്കുന്നു. നിന്നോട് പ്രാർത്ഥനയിൽ സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നു. നിൻ്റെ ഹിതമറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നീ എന്നോട് സംസാരിക്കുന്നതിൻ്റെ സ്വരം കേൾപ്പാൻ ഞാൻ കൊതിക്കുന്നു. ഞാൻ കാതോർത്തിരിക്കുന്നു. നീ എന്നോട് എന്താണിപ്പോൾ പറയുന്നത്? നിൻ്റെ സ്വരം എനിക്ക് കേൾക്കണം. എൻ്റെ ഹൃദയം നിനക്ക് പകരണം. നിന്നിൽ നിന്ന് ആശ്വാസ സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കണം. ആനന്ദ സന്ദേശങ്ങൾ എനിക്ക് ലഭിക്കണം. നാഥാ, ഞാനിതാ എന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവേ, നീ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവിനോട് പ്രാർത്ഥിച്ചല്ലോ. നീ കുരിശിൽ കിടന്ന് 7 മൊഴികൾ പറഞ്ഞതിൽ ഒന്നാമത്തേതും 7-ാമത്തേതും 4-ാമത്തേതും ആദ്യത്തേതും ഒടുവിലത്തേതും നടുവിലത്തേതും ദൈവത്തോടായിരുന്നുവല്ലോ. കർത്താവേ, നീ മാതൃക കാണിച്ചു തന്നതാണല്ലോ പ്രാർത്ഥന, ദൈവത്തോടുള്ള ബന്ധം. കർത്താവേ, ആ ബന്ധം ഞങ്ങൾക്കും തരണമേ. ഇന്ന് ഈ സമയത്ത് നിങ്ങൾ ഓരോരുത്തരും ദൈവത്തോട് പ്രാർത്ഥിപ്പീൻ. ആവലാധികൾ ഏറ്റുപറയുവീൻ. ദൈവസന്നിധിയിൽ ഹൃദയം പകരുവീൻ. ദൈവത്തോട് യാചിപ്പീൻ. പ്രാർത്ഥനയ്ക്ക് ഉത്തരവിരുന്നൊരു ദൈവം ജീവിക്കുന്നു. കണ്ണുനീര് കാണുന്നൊരു ദൈവം ജീവിക്കുന്നു. വിതുമ്പലുകൾ കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. ഏങ്ങലടികൾ കാതോർത്ത് കേൾക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. മോളെ, നിന്റെ നെടുവീർപ്പുകൾ കാണുന്നൊരു ദൈവം ജീവിക്കുന്നു. മോനെ, നിന്റെ ചുടു നെടുവീർപ്പുകളെല്ലാം ഏറ്റെടുക്കുന്നൊരു ദൈവം ജീവിക്കുന്നു. നിന്റെ വിഷാദ സങ്കുലമായ ജീവിതത്തിന് ആശ്വാസം പകരാൻ കരുത്തുള്ള സ്നേഹനിധിയായ ക്രിസ്തു ജീവിക്കുന്നു. അവൻ്റെ തിരുരക്തം നിന്റെ മേൽ തളിക്കുവാൻ അവൻ കൊതി പൂണ്ട് നിൽക്കുന്നു. അവനോട് പ്രാർത്ഥിപ്പീൻ. നാഥാ, എൻ്റെ ജീവിതം നിനക്ക് ഇതാ ഞാൻ തരുന്നു. എൻ്റെ ഹൃദയം ഞാനിതാ പകരുന്നു. എൻ്റെ നിസ്സാര ഹൃദയത്തിലേക്ക് അവിടെ എഴുന്നള്ളി വരണമേ. എൻ്റെ ജീവിതം നീ ഏറ്റെടുക്കണമേ. എന്നെ നീ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥിക്കാം. നമുക്ക് ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കാരുണ്യവാനായ സ്വർഗീയ പിതാവേ, അൻപുള്ള രക്ഷിതാവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയുടെ സ്വരം കൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ മുഖരിതമാകണമേ. നാഥ, ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ശബ്ദം കൊണ്ട് ഞങ്ങളുടെ അന്തരീക്ഷം മുഖരിതമാകണമേ. ഞങ്ങളുടെ പ്രാർത്ഥനയുടെ ആവലാദികൾ തിരുസന്നിധിയിലേക്ക് ബോധിപ്പിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ. കൃപാസനത്തിന് അടുക്കലേക്ക് അടുത്തു വന്ന് പ്രാർത്ഥിപ്പാൻ നൽവരം തരണമേ. ബന്ധം തരണമേ. കൃപ തരണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സമാധാനം നൽകണമേ. പാപമോചനം നൽകണമേ. പുതുജീവിതത്തിന്റെ സൗഖ്യം നൽകണമേ. രോഗശമനം നൽകണമേ. ആവലാധികൾ മാറ്റണമേ. കുടുംബശാന്തി ഏകണമേ. നന്മകളാൽ നിറയ്ക്കണമേ. യേശുക്രിസ്തുവിന്റെ രക്ഷണ്യ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന പിതാവേ, കൃപയോടെ കേൾക്കുമാറാകണമേ.